നമസ്കാരം. കഴിഞ്ഞ ഒരാഴ്ചത്തെ ലോകവിശേഷങ്ങളുമായി വേൾഡ് ഡെസ്ക് ഏവർക്കും സ്വാഗതം. രാഷ്ട്രീയ പ്രതിസന്ധി. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാർമർ രാജിവെച്ചു. ബ്രിട്ടനിൽ വീണ്ടും രാഷ്ട്രീയ അനിശ്ചിതത്വം. തീവ്രമായ ആഭ്യന്തര കലഹങ്ങളെയും പാർട്ടിയിലെ ഭിന്നതകളെയും തുടർന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാർമർ രാജിവെച്ചു. ലേബർ പാർട്ടിയുടെ നേതൃസ്ഥാനവും ഒഴികെയാണെന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ഔദ്യോഗിക വസതിയായ 10 ഡൗണിംഗ് സ്ട്രീറ്റിൽ വെച്ച് കഴിഞ്ഞ ദിവസമാണ് സ്റ്റാർമർ തന്റെ രാജി തീരുമാനം ചാൾസ് രാജാവിനെ അറിയിച്ചത്. Walking up this street 2 years ago was the proudest moment of my life. A new Labour government, the first in 14 years. A page in our country's history turned after years of disappointment and despair. The chance to change the lives of millions of people for the better. That's what I came into politics for. The journey to that point was not easy. 6 years ago, I inherited a Labour Party that was politically, financially, and morally bankrupt. I was told time and time again that my party was finished, that we were consigned to history, that a majority at the general election, let alone a landslide majority, was impossible. But we proved those people wrong because we changed our party, ripping out the poison of anti-Semitism, restoring trust on the economy, defence and national security, and becoming a party that once again stood proudly with, not against, our national flag. The hard work of change was with a singular purpose, not power for power's sake, but to change Britain for the better, to build a fairer country with dignity and respect, where everyone is seen, everyone is valued, wealth and opportunity for all, not just the privileged few. സെപ്റ്റംബറോടെ പുതിയ നേതാവിനെ തിരഞ്ഞെടുക്കാനുള്ള നടപടികൾ പൂർത്തിയാക്കാൻ അദ്ദേഹം ലേബർ പാർട്ടി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുവരെ സ്റ്റാർമർ തന്നെ ഇടക്കാല പ്രധാനമന്ത്രിയായി തുടരും. കഴിഞ്ഞ 6 വർഷമായി തനിക്ക് പിന്തുണ നൽകിയവർക്ക് അദ്ദേഹം നന്ദി അറിയിക്കുകയും അടുത്തതായി വരുന്ന പ്രധാനമന്ത്രിക്ക് തന്റെ പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. ലേബർ പാർട്ടിയിലെ 100-ലധികം എംപിമാർ സ്റ്റാർമറുടെ നേതൃത്വത്തിനെതിരെ രംഗത്ത് വന്നത് അദ്ദേഹത്തെ പ്രതിരോധത്തിലാക്കി. ക്യാബിനറ്റ് മന്ത്രിമാരും ട്രേഡ് യൂണിയൻ നേതാക്കളുമായി നടത്തിയ നിർണായക ചർച്ചകൾക്കൊടുവിലാണ് രാജി എന്ന തീരുമാനത്തിലേക്ക് അദ്ദേഹം എത്തിയത്. മെയ് മാസത്തിൽ നടന്ന പ്രാദേശിക തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയമാണ് സ്റ്റാർമറിനെതിരെയുള്ള അതിർത്തി ശക്തമാക്കിയത്. ഒപ്പം ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീന്റെ അടുത്ത അനുയായിയായ പീറ്റർ മണ്ടൽസനെ US-ലെ ബ്രിട്ടീഷ് സ്ഥാനപതിയായി നിയമിച്ചതും വലിയ വിവാദങ്ങൾക്ക് കാരണമായിരുന്നു. ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുമെന്ന കൺസർവേറ്റീവ് വിരുദ്ധ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പാലിക്കാൻ സർക്കാരിന് സാധിച്ചില്ല. നികുതി, ക്ഷേമാനുകൂല്യങ്ങൾ എന്നിവയിൽ വരുത്തിയ ജനവിരുദ്ധമായ മാറ്റങ്ങൾ സ്റ്റാർമറുടെ ജനപ്രീതി കുത്തനെയിടിച്ചു. 2016-ലെ ബ്രെക്സിറ്റ് ജനഹിത പരിശോധനയ്ക്ക് ശേഷം ബ്രിട്ടീഷ് രാഷ്ട്രീയം കടുത്ത അസ്ഥിരതയിലൂടെയാണ് കടന്നുപോകുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടെ രാജ്യം കാണുന്ന 7ാമത്തെ പ്രധാനമന്ത്രിക്കായുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ ബ്രിട്ടൻ. 14 വർഷത്തെ കൺസർവേറ്റീവ് ഭരണത്തിന് അന്ത്യം കുറിച്ച് 2024 ജൂലൈയിൽ വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേറിയ ലേബർ സർക്കാരിനും 2 വർഷം തികയും മുൻപ് പടിയിറങ്ങേണ്ടി വന്നു എന്നത് ബ്രിട്ടീഷ് രാഷ്ട്രീയ ചരിത്രത്തിലെ മറ്റൊരു അധ്യായമായി മാറുകയാണ്. But I know the question being asked now is not who was best placed to change the Labour Party to take us into power and to begin the vital work of improving lives for millions of people. Those questions have been answered. The question my party is asking now is whether I am best placed to lead us into the next general election. I have heard the answer of my parliamentary party to that question, and I accept that answer with good grace. Every decision I've taken has been about putting the country I love first. That is why I will resign as leader of the Labour Party. I have spoken to His Majesty the King this morning to inform him of my decision. I will ask the National Executive Committee of the Labour Party to set out a timetable with nominations opening on the 9th of July
and completed by the summer recess. In the case of a contest, this will ensure a new leader is in place before Parliament returns in September. I will remain in post as Prime Minister until the contest is complete, and I will do everything I can to ensure an orderly handover of power. I will also give my successor my full and unequivocal support, knowing that they will inherit a Britain that is far stronger and fairer than the one I inherited 2 years ago, better prepared for the challenges ahead, and better able to ensure the Labour Party secures a second term in office. I want to thank all of those friends and colleagues who have been at my side for these past 6 years or so, for their incredible commitment, service and support. I want to thank the brilliant Number 10 staff and our country's extraordinary civil service who dedicate their lives to public service. And when I leave the biggest job in the country, I shall spend more time on the most important job, being the best husband I can to my fantastic wife Vic, who has been a rock by my side through good times and bad, and being the best dad I can to my beautiful children, who are my pride and my joy. Thank you very much. ഇറാനുമേലുള്ള എണ്ണ ഉപരോധത്തിൽ US ഇളവ് പ്രഖ്യാപിച്ചു. സമാധാന ചർച്ചകളിൽ പുരോഗതിയെന്ന് JD വാൻസ്. പശ്ചിമേഷ്യയിലെ പിരിമുറുക്കങ്ങൾക്ക് അയവുവരുത്തിക്കൊണ്ട് ഇറാനെതിരെയുള്ള അസംസ്കൃത എണ്ണ ഉപരോധത്തിൽ അമേരിക്ക താൽക്കാലിക ഇളവ് പ്രഖ്യാപിച്ചു. ഇറാന്റെ എണ്ണ ഉൽപാദനത്തിനും വിതരണത്തിനുമേൽ ഏർപ്പെടുത്തിയിരുന്ന കടുത്ത നിയന്ത്രണങ്ങൾ താൽക്കാലികമായി നീക്കിയതായി US ട്രഷറി ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. The Iranians have agreed to invite IAEA inspectors back into their country. That is a major milestone for the American people and the first step in permanently denuclearizing or permanently ending a nuclear weapons program in Iran. And that's exactly what we wanted to do. That's exactly what we asked to happen. We made a lot of great progress on other nuclear talks. And that leads me to the final thing that we wanted to accomplish, which is actually set up the process for the technical negotiations that will follow. Our teams working with the Iranians, the Qataris, and the Pakistanis made great progress yesterday. They will continue to work at the technical level with the teams here in Bergenstock, and then those technical negotiations are going to continue over the weeks and days to come. We wanted to set up a structure for that so that you could have proper political oversight, but obviously, as much as this place is very beautiful, I can't stay here for the next 60 days. I'm about to go back home to the United States, but the technical teams are going to be working with proper oversight to make sure that we're accomplishing the objectives that matter for everybody. So those are the things that we wanted to accomplish. We came here, we did exactly that. The way that I think about it is very simple. We laid a very good foundation for a successful final deal. The final deal is the house. We set the foundation. We haven't built the house, but we've laid a successful foundation to get to a good place for the American people. I think it's important for all of us to appreciate how much was done, but honestly, there is still a lot to do as we continue to make progress on the nuclear talks, on the economic talks, as we continue to demine the straits and ensure that that flow of traffic continues to pick back up. A lot of progress, but still some work to do, and we're very committed to doing exactly that. സ്വിറ്റ്സർലാൻഡിലെ ബെർഗിൻസ്റ്റോക്ക് റിസോർട്ടിൽ US വൈസ് പ്രസിഡന്റ് JD വാൻസും ഇറാനിയൻ ഉന്നത ഉദ്യോഗസ്ഥരും തമ്മിൽ നടത്തിയ നിർണായക ചർച്ചകൾക്ക് പിന്നാലെയാണ് ഈ നയതന്ത്ര നീക്കം. ആഗസ്റ്റ് 21 പുലർച്ചെ 12:01 വരെ അസംസ്കൃത എണ്ണ ഉൽപ്പാദിപ്പിക്കുവാനും അന്താരാഷ്ട്ര വിപണിയിൽ വിതരണം ചെയ്യാനുമാണ് ഇറാൻ അനുമതി നൽകിയിരിക്കുന്നത്. ഇതോടെ ഇറാനിൽ നിന്നുള്ള എണ്ണ ഇടപാടുകൾക്ക് താൽക്കാലികമായി നിയമസാധ്യത കൈവരും. ആഗോള എണ്ണ വ്യാപാരത്തിന്റെ പ്രധാന പാതയായ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള സുരക്ഷിതമായ ചരക്ക് നീക്കം ഉറപ്പാക്കുമെന്ന് ഇറാൻ ഉറപ്പു നൽകി. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ഇൻസ്പെക്ടർമാർക്ക് രാജ്യത്ത് പരിശോധന നടത്താൻ ഇറാൻ അനുവാദം നൽകിയതായി US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് വ്യക്തമാക്കി. കഴിഞ്ഞ ഫെബ്രുവരി മുതൽ അമേരിക്കയും ഇസ്രായേലും ഇറാനെതിരെ തുടരുന്ന സംയുക്ത വ്യോമാക്രമണങ്ങൾക്കും സംഘർഷങ്ങൾക്കും അറുതി വരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്വിറ്റ്സർലാൻഡിൽ സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നത്. നിലവിലെ താൽക്കാലിക എണ്ണ ഉപരോധ ഇളവുകൾ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴി തുറക്കുമെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകരുടെ വിലയിരുത്തൽ. പാകിസ്ഥാന്റെ പ്രതികാര നടപടി ബലൂചിസ്ഥാന്റെ മഹിരംഗ് ബലൂചിന് ജീവപര്യന്തം തടവ്.
ബലൂച്ച് ജനതയുടെ അവകാശങ്ങൾക്കായി പോരാടുന്ന പ്രമുഖ മനുഷ്യാവകാശ പ്രവർത്തകയും ബലൂചിസ്ഥാന്റെ സിംഹി എന്നറിയപ്പെടുന്ന ഡോക്ടർ മഹിരംഗ് ബലൂച്ചിന് പാക് കോടതിയുടെ കഠിന ശിക്ഷ. മഹിരംഗിനും BYC നേതാവ് സിഗ്ബത്തുള്ള ഷായിക്കുമാണ് പാകിസ്ഥാനിലെ ക്വാറ്റിലുള്ള പ്രത്യേക തീവ്രവാദ വിരുദ്ധ കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചത്. 2024 ഗദ്വാറിൽ നടന്ന ബലൂച്ച് ജനകീയ പ്രതിഷേധത്തിനിടെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ട കേസിനെ മുൻനിർത്തിയാണ് പാക് ഭരണകൂടത്തിന്റെ ഈ വിവാദ നടപടി. കോടതി വിധി പുറത്തുവന്നതോടെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലുടനീളം പാക് സർക്കാരിനെതിരെ പ്രതിഷേധം ആളിപ്പടരുകയാണ്. കോടതി ജഡ്ജി മുഹമ്മദ് അലി മുബീൻ തിങ്കളാഴ്ചയാണ് വിധി പ്രസ്താവിച്ചത്. എന്നാൽ പാക് നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസമില്ല എന്ന് പ്രഖ്യാപിച്ച് ജൂൺ 12 മുതൽ മഹിരംഗും മറ്റ് ബലൂച്ച് നേതാക്കളും വിചാരണ പൂർണ്ണമായും ബഹിഷ്കരിച്ചിരുന്നു. സർക്കാർ അനുവദിച്ച അഭിഭാഷകരെ സ്വീകരിക്കുവാനും ഇവർ തയ്യാറായില്ല. നിലവിൽ ക്വാറ്റിലെ ഡിസ്ട്രിക്ട് ജില്ലാ തടവിലുള്ള മഹിരംഗ് കോടതി വിധിയിൽ പ്രതിഷേധിച്ച് ജയിലിനുള്ളിൽ കനത്ത കുത്തിയിരിപ്പ് സമരം ആരംഭിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇത് നീതിയല്ല, മറിച്ച് മുഖമില്ലാത്ത ഒരു കോടതി മുൻകൂട്ടി നിശ്ചയിച്ച പ്രതികാര വിധി മാത്രമാണ്. 2024 ജൂലൈയിൽ ഗദ്വാറിൽ ബലൂച്ച് യക് ജഹാദി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബലൂച്ച് രാജ്മച്ച് എന്ന പേരിൽ വൻ ജനകീയ സംഗമം നടന്നിരുന്നു. പാകിസ്ഥാനിലെ അതിക്രമങ്ങൾക്ക് പുറമെ അയൽ രാജ്യങ്ങളായ ഇറാൻ, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള ബലൂച്ച് വംശജരും ഈ മഹാറാലിയിൽ പങ്കെടുത്തു. സമാധാനപരമായി തുടങ്ങിയ റാലിയെ പാക് സുരക്ഷാ സൈന്യം ആയുധം ഉപയോഗിച്ച് അടിച്ചമർത്താൻ നോക്കിയതോടെയാണ് സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത്. ഇതിൽ നിരവധി പേർ കൊല്ലപ്പെടുകയും ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ മരണപ്പെടുകയും ചെയ്തു. ഇതിന്റെ പേരിലാണ് മഹിരംഗിനെതിരെ ഇപ്പോൾ ജീവപര്യന്തം ശിക്ഷ ചുമത്തിയിരിക്കുന്നത്. ഇതിനു പുറമെ രാജ്യദ്രോഹം, കലാപശ്രമം തുടങ്ങി നിരവധി വ്യാജ കേസുകൾ കൂടി ഇവർക്കെതിരെ പാക് പോലീസ് ചാർജ് ചെയ്തിട്ടുണ്ട്. സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം, അതിർത്തിയിൽ നിന്ന് പിന്മാറില്ല. ലെബനനിൽ ആക്രമണം തുടരുമെന്ന് പ്രഖ്യാപിച്ച് നെതന്യാഹു. തെക്കൻ ലെബനനിലെ സുരക്ഷാ മേഖലയിൽ നിന്നും ഇസ്രായേൽ സൈന്യം പിന്മാറില്ല എന്നും ഭീഷണികൾ പൂർണ്ണമായി ഇല്ലാതാകും വരെ സൈനിക നടപടികൾ തുടരുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഒപ്പം ലെബനനിലെ ഇസ്രായേൽ അതിർത്തി നിവാസികളുടെയും സൈനികരുടെയും സുരക്ഷ ഉറപ്പാക്കാൻ തങ്ങളുടെ സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ്, IDF ചീഫ് ഓഫ് സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ ഇയാൽ സാമിർ, നോർത്തേൺ കമാൻഡ് ചീഫ് ഓഫ് ജനറൽ റാഫി മിലോ എന്നിവർ നടത്തിയ അടിയന്തര ചർച്ചകൾക്ക് ശേഷം പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. തെക്കൻ ലബനനിലെ ഞങ്ങളുടെ പോരാളികൾക്ക് തങ്ങൾക്കോ വടക്കൻ അതിർത്തിയിലെ ജനങ്ങൾക്കോ നേരെയുണ്ടാകുന്ന എല്ലാ നേരിട്ടുള്ള ഭീഷണിയെയും തകർക്കാൻ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. ഈ കാര്യത്തിൽ സൈന്യത്തിന് യാതൊരുവിധ നിയന്ത്രണങ്ങളുമില്ല. ഞാൻ അവർക്കൊപ്പം നിൽക്കുന്നു. രാജ്യം മുഴുവൻ അവർക്കൊപ്പമുണ്ടെന്ന് ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. തീവ്രവാദ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുവാനും അതിർത്തി സംരക്ഷിക്കുവാനും ഇസ്രായേൽ പൗരന്മാരുടെ സുരക്ഷയിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ മുന്നോട്ടു പോകുവാനും സൈന്യത്തിന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് പ്രതിരോധ മന്ത്രിയും ഇസ്രായേൽ സൈനിക മേധാവിയും കൂട്ടിച്ചേർത്തു. IPOയ്ക്ക് പിന്നാലെ ചരിത്ര നീക്കവുമായി സ്പേസ് എക്സ്. ബോണ്ട് വിപണിയിലേക്ക് ഇലോൺ മസ്ക്. ശതകോടീശ്വരൻ ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ സ്പേസ് എക്സ് ചരിത്രത്തിലാദ്യമായി ബോണ്ട് വിപണിയിലേക്ക് ചുവടുവെക്കുന്നു. സ്റ്റോക്ക് മാർക്കറ്റിന്റെ ലിസ്റ്റിംഗിന് തൊട്ടു പിന്നാലെ കമ്പനിയുടെ കൈവശമുള്ള പണലഭ്യത $10,000 കോടി പിന്നിട്ട സാഹചര്യത്തിലാണ് ദീർഘകാല നിക്ഷേപം ലക്ഷ്യമിട്ട് സ്പേസ് എക്സ് ബോണ്ടുകൾ ഇറക്കുന്നത്. കൃത്രിമ ബുദ്ധി, അടുത്ത തലമുറയിലെ അത്യാധുനിക സ്റ്റാർഷിപ്പ് റോക്കറ്റുകളുടെ നിർമ്മാണം എന്നിവയ്ക്കായി വൻതോതിൽ തുക കണ്ടെത്തേണ്ടി വരുന്നതിനാലാണ് കമ്പനി ബോണ്ട് വിപണി ആശ്രയിക്കുന്നത്. ജൂൺ 12 ലോകത്തെ ഏറ്റവും മൂല്യമുള്ള കമ്പനികളിലൊന്നായ സ്പേസ് എക്സ് നാസിക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തത്. IPO വഴി $8,570 കോടി സമാഹരിച്ച സ്പേസ് എക്സിൽ ഇലോൺ മസ്കിന് നിലവിൽ 82% വോട്ടിംഗ് പവർ ഉണ്ട്. സൂപ്പർ മെജോറിറ്റി വോട്ടിംഗ് കൺട്രോൾ മസ്കിന്റെ കൈകളിൽ തന്നെ നിലനിർത്താൻ ബോണ്ട് വിപണി സഹായിക്കും. പുതിയ ഓഹരികൾ വിപണിയിലിറക്കി നിലവിലുള്ള ഷെയർ ഹോൾഡർമാരുടെ മൂല്യം കുറയ്ക്കാതിരിക്കാൻ മസ്ക് എടുത്ത മികച്ച തന്ത്രപരമായ നീക്കമാണിത്. ആദം സർഹാൻ ഈ പുതിയ ബോണ്ട് വിപണി പ്രവേശന വാർത്തയ്ക്ക് പിന്നാലെ വിപണിയിൽ സ്പേസ് എക്സിന്റെ ഓഹരികളിൽ 9% ഇടിവ് രേഖപ്പെടുത്തി. AI-യും റോക്കറ്റും ചെലവേറിയ സ്പേസ് എക്സിന്റെ സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സംരംഭമായ സ്റ്റാർലിങ്ക് മികച്ച വളർച്ച കൈവരിക്കുന്നുണ്ടെങ്കിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇലക്ട്രോ സ്ട്രക്ചറിങ്ങിനും സ്റ്റാർഷിപ്പ് റോക്കറ്റിനുമായി കമ്പനി വൻതോതിൽ പണം ചെലവഴിക്കുന്നുണ്ട്. ചരിത്ര വഴിത്തിരിവ്, അന്താരാഷ്ട്ര ആണവ ഏജൻസിയുടെ പരിശോധനയ്ക്ക് ഇറാൻ സമ്മതിച്ചതായി US വൈസ് പ്രസിഡന്റ് JD വാൻസ്. പശ്ചിമേഷ്യയിൽ വീണ്ടും നിർണായകമായ സമാധാന നീക്കങ്ങൾക്ക് വഴി തുറക്കുന്നു. രാജ്യാന്തര ആണവ നിരീക്ഷണ ഏജൻസി
പരിശോധനാ സംഘത്തെ തങ്ങളുടെ ആണവ നിലയങ്ങളിൽ വീണ്ടും പരിശോധന നടത്താൻ അനുവദിക്കുമെന്ന് ഇറാൻ സമ്മതിച്ചതായി അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് പ്രഖ്യാപിച്ചു. സ്വിറ്റ്സർലാൻഡിലെ ബെർഗിൻസ്റ്റോക്കിൽ വെച്ച് നടന്ന അതീവ രഹസ്യവും നിർണായകമായ ചർച്ചകൾക്കൊടുവിലാണ് ഇറാന്റെ ഭാഗത്തു നിന്നും ഇത്തരമൊരു സുപ്രധാന തീരുമാനമുണ്ടായിരിക്കുന്നത്. IAEA-യുമായുള്ള ഇറാന്റെ സാങ്കേതികതല ചർച്ചകൾ ഈ ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ആരംഭിക്കുമെന്നും വാൻസ് ജനീവയിൽ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. കഴിഞ്ഞ ആഴ്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും തമ്മിൽ ഒപ്പുവെച്ച 14 വിഷയ ധാരണാപത്രത്തിന്റെ തുടർച്ചയായാണ് ഈ നീക്കം. ഇറാന്റെ ആണവായുധ പദ്ധതികൾക്ക് സ്ഥിരമായി അറുതി വരുത്താനുള്ള വലിയൊരു ചുവടുവെപ്പായാണ് വൈറ്റ് ഹൗസ് ഇതിനെ കാണുന്നത്. ആണവ വിഷയത്തിലാണ് അമേരിക്കയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ളത്. ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതും ലെബനൻ ഉൾപ്പെടെയുള്ള മേഖലകളിൽ പൂർണ്ണമായും വെടിനിർത്തൽ നടപ്പിലാക്കുന്നതും ഈ പുതിയ കരാറിന്റെ ഭാഗമാണ്. ആണവ പദ്ധതികൾ സമാധാനപരമായ ആവശ്യങ്ങൾക്കും സിവിലിയൻ ആവശ്യങ്ങൾക്കും മാത്രമുള്ളതാണെന്ന് ഇറാൻ ആവർത്തിക്കുമ്പോഴും യുറേനിയം സമ്പുഷ്ടീകരണത്തിൽ രാജ്യാന്തര സമൂഹത്തിന് കടുത്ത ആശങ്കയുണ്ടായിരുന്നു. ഒബാമ ഭരണകൂടത്തിന്റെ കാലത്ത് ഇറാനും ലോകശക്തികളും ഒപ്പുവെച്ച ചരിത്ര കരാർ 2018 ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് US കരാറിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറി. 2025 ജൂണിൽ ഇസ്രായേലും അമേരിക്കയും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചു. പരിശോധനകൾ ഇറാൻ നിർത്തിവെച്ചു. 2026 ജൂണിൽ ട്രംപിന്റെ രണ്ടാം ഭരണകാലത്ത് വീണ്ടും IAEA പരിശോധനയ്ക്ക് ഇറാൻ അനുമതി നൽകിയിരുന്നു. 2025 ജൂണിൽ നടന്ന സൈനിക ആക്രമണങ്ങൾക്ക് പിന്നാലെയാണ് ആണവ നിലയങ്ങളിലേക്കുള്ള പ്രവേശനം ഇറാൻ പൂർണ്ണമായും വിലക്കിയത്. തുടർന്ന് കടുത്ത ആശങ്കയോടെ IAEA തങ്ങളുടെ പരിശോധനാ സംഘത്തെ അവിടെ നിന്നും പിൻവലിക്കുകയായിരുന്നു. എന്നാൽ ഒരു വർഷത്തിനു ശേഷം സ്വിറ്റ്സർലാൻഡിൽ നടന്ന നയതന്ത്ര ചർച്ചകൾ വിജയകരമായതോടെ പ്രതിസന്ധികൾക്ക് താൽക്കാലിക പരിഹാരമാകുകയാണ്. ഇറാന്റെ പ്രതിനിധി സംഘം നിലവിൽ മടങ്ങിയെങ്കിലും സാങ്കേതിക വിദഗ്ധർ തമ്മിലുള്ള ചർച്ചകൾ ജനീവയിൽ തുടരുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇതോടെ വേൾഡ് ഡെസ്ക് പൂർണ്ണമാകുന്നു. കൂടുതൽ ലോകവിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി.